30 കിലോമീറ്ററിലുള്ളതിൽ ആകെ 25 പേരാണുള്ളത്. അവരും മനുഷ്യരാണ്. അന്നേരം അതിനൊക്കെ ഗവൺമെൻറ്റാണ് പരിഹാരം കാണേണ്ടത്. ആ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ 10 വർഷത്തിലധികമായി അല്ലെങ്കിൽ 15 വർഷത്തോളമായി സംസ്ഥാനം ഒട്ടാകെ ഈ പ്രശ്നങ്ങളുണ്ട്. ഈ അതിരപ്പള്ളിയിലോ തൃശ്ശൂരിലോ മാത്രമല്ല, സംസ്ഥാനം ഉടനീളം ഈ പ്രശ്നം മലയോര മേഖലകൾ നേരിടുന്ന പ്രശ്നമാണ്. അത്തരം വിഷയങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ആണ് എല്ലാ ജനങ്ങളും ആവശ്യപ്പെടുന്നത്. അതിലേക്ക് തീർച്ചയായിട്ടും 10 വർഷത്തേത് പരിഹാരം എന്നെ സംബന്ധിച്ചിടത്തോളം 15 ദിവസം ആകുന്നതേ ഉള്ളൂ സത്യപ്രതിജ്ഞ ചെയ്തിട്ട്. ഈ 15 ദിവസം കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ? മുൻ സർക്കാരുകളും മന്ത്രിമാരും ഒക്കെ നിരന്തരം ഞാൻ ആരെയും കുറ്റം പറയാൻ തയ്യാറാകുന്നില്ല. ഞാൻ മുൻകെ സർക്കാരുകൾ പിന്തുടർച്ചയാണ്. ഇപ്പം നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടല്ലല്ലോ വേണ്ടി. ഇനി അവിടുന്ന് മുന്നോട്ട് എങ്ങനെ പോകാൻ? പവറിന്റെ കാര്യം പബ്ലിക്കിന് അറിയുന്ന കാര്യം പറഞ്ഞല്ലോ. അതെങ്ങനെ സ്റ്റേറ്റ് വൈഡ് പോർട്ടലാണോ? സ്റ്റേറ്റ് വൈഡിലേക്കാണ്. ഞാനത് 5th ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചു. 5-ാം തീയതിയാണ് 100 ദിന പരിപാടി. ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ്. 100 ദിവസം കൊണ്ട് എന്ത് ചെയ്യാനൊക്കും എന്നുള്ളതും ഈ വരുന്ന മാർച്ചിനകം എന്ത് ചെയ്യാനൊക്കും എന്നുള്ളതും മാർച്ചിന് ശേഷമുള്ള ലോങ് ടേം ആയിട്ട് ഇത് എന്നേക്കുമായി ഇതിന് പരിഹാരം എന്തെന്നുള്ള 3 നിലയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ 5-ാം തീയതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. പോർട്ടലിൻ്റെ ബേസിക് നിങ്ങൾ 2 ദിവസം കൂടെ കത്തിക്കും. ഞാൻ 5-ാം തീയതി അതിനൊരു വോൾട്ടേജ് ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ അതുണ്ട്. അല്ല, അതിലേക്ക് വരികയാണ്. സ്റ്റേറ്റ് വൈഡ് ഫെൻസിങ് ഇപ്പോൾ എല്ലായിടത്തും ഈ സ്മാർട്ട് ഫെൻസിങ് ഉള്ള എവിടെയൊക്കെ ഉള്ളതെന്നുള്ളതനുസരിച്ചിരിക്കും. സ്മാർട്ട് ഫെൻസിങ് ഉള്ളിടത്താണല്ലോ അത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ആർലം ഏറ്റവും വലിയ വിഷയമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇത് ഫെൻസിങ്ങിനുള്ള ഇതുണ്ട്, മോണിറ്ററിങ്ങിനുള്ള സംവിധാനമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അവിടെ നടക്കുന്നു. അന്നേരം അത് നമ്മളല്ലേ എനിക്കൊരു പറഞ്ഞില്ലേ അല്പസമയം എന്താ ഞാനൊന്നും ഒരു അല്ല, ഇന്ന് ഇവിടുത്തെ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടുത്തെ മാത്രം വിഷയം ചർച്ച. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.